തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയമെന്ന് പറയുന്നത് കേരള സ്കൂൾ കലോത്സവമാണ്. എന്നാൽ കോട്ടയം ജില്ലയിൽ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പുതിയ സംസ്ഥാന കോർഡിനേറ്ററിലേക്ക് വന്ന അബു ജോസഫിനെ പറ്റിയിട്ടാണ്. PJ ജോസഫിൻ്റെ മകനാണ്. പക്ഷേ ഇത് തമ്മിൽ എന്താ ഒരു കണക്ഷൻ എന്നല്ലേ? അബു ജോസഫ് പഴയൊരു കലാകാരനാണ്, കലോത്സവ വേദിയിൽ തിളങ്ങി നിന്നിരുന്ന ആളാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. കലോത്സവത്തിനെ പറ്റി പറയുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? 1987, അത് ഞാൻ 9ലും 10ലും പഠിക്കുമ്പം ഈ വൃന്ദവാദ്യം ഓർക്കസ്ട്ര ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കാണ്. വൃന്ദവാദ്യത്തിൽ ഡീപ്പോൾ സ്കൂളിൻ്റെ കീബോർഡിസ്റ്റ് ഞാനായിരുന്നു. 9th പഠിക്കുമ്പോൾ സ്റ്റേറ്റിൽ ഞങ്ങൾ സെക്കൻഡ് വന്നു. അന്നും ഈ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, TM ജേക്കബ് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അപ്പം അന്ന് TM ജേക്കബിൻ്റെ കയ്യിൽ നിന്നാണ് സ്റ്റേജിൽ നിന്ന് സമ്മാനം വാങ്ങുന്നത്. യുവജനോത്സവം എന്ന് പറയുന്നത് വളരെ ഒരു പെരുന്നാൾ പോലെയാണ്. ഒരു നല്ല ഓർമ്മകളാണ് ഈ യുവജനോത്സവത്തെ കുറിച്ചുള്ളത്. കലയിലും രാഷ്ട്രീയത്തിലും എല്ലാം അച്ഛൻ തന്നെയാണ് മാതൃക അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ അപ്പച്ചൻ വളരെയേറെ പാട്ടുകൾ പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങളുടെ എല്ലാ ഈ സായാഹ്നങ്ങളെന്ന് പറയുന്നത് അപ്പച്ചൻ പലപ്പോഴും വീട്ടിൽ കാണത്തില്ല. പക്ഷേ ഉള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ കുട്ടികളെയൊക്കെ ഇരുത്തി അപ്പച്ചൻ പാട്ട് പാടും, ഞങ്ങളെ പാട്ട് പഠിച്ച് എന്നെ ഒക്കെ ഒത്തിരി പാട്ടുകൾ അപ്പച്ചൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു പാട്ട്. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരള കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണല്ലേ? ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേൾക്കുന്നതും പാട്ടുകളാണ്. മിക്ക വേദികളിലും സമാപന സമ്മേളനത്തിനൊരു ഗാനമേള ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഇലക്ഷന് ഓർക്കുന്നുണ്ട്, അന്ന് കൂത്താട്ടുകുളം മേഖലയൊക്കെ അന്ന് തൊടുപുഴ മണ്ഡലത്തിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു കോളനിയാണ്. അപ്പോൾ അവിടെ രാത്രി പ്രചരണം 10 മണിക്ക് ചെല്ലേണ്ട പ്രചരണം ചെന്നപ്പോൾ വെളുപ്പിന് 1:30-2 മണിയായി. അപ്പോൾ ആളുകളൊക്കെ ഉറക്കം തൂങ്ങിയിരിക്കുക. എന്നാലും ആളുകൾ വെയിറ്റ് ചെയ്തു. അപ്പച്ചൻ വന്നിട്ട് അവിടെ വന്നിട്ട് പ്രസംഗിച്ചൊന്നുമില്ല. എല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ അപ്പച്ചൻ ഈ താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രി ആ പാട്ട് അങ്ങ് പാടി. ആ പാട്ട് പാടി എനിക്ക് തോന്നുന്നത് ആ ഒരു ബൂത്തിൽ ഉറക്കം കളഞ്ഞു. LDF സ്ഥിരമായിട്ട് 10-100 വോട്ട് ലീഡ് ചെയ്യുന്ന ബൂത്തിൽ അപ്പച്ചൻ അന്ന് ലീഡ് ചെയ്തു. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.